കണ്ണൂർ ആറളത്ത് ദമ്പതികളെ ആന ചവിട്ടിക്കൊന്നു. 13-ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത്. കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് ആന ആക്രമിച്ചത്. വാർത്തയുടെ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഇവരുടെ ആരോഗ്യസ്ഥിതി അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചോ, അതോ മൃതദേഹമാണോ കണ്ടെടുത്തത്? എത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഐസൻ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം കണ്ണൂർ ആളത്ത് സംഭവിച്ചിരിക്കുന്നത്. ദമ്പതികളാണ് കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കണ്ണൂർ ആള ഫാമിലെ 13-ാം ബ്ലോക്ക് കരിക്കമുക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് ഈ കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഭാര്യയും ഭർത്താവും പ്രദേശത്ത് അവരുടെ സ്ഥലത്ത് കശുവണ്ടി ശേഖരിക്കുന്നതിനിടയിലാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ഇടയിൽപ്പെടുകയും ഇവർ കാട്ടാനയുടെ അക്രമത്തിൽ ഇവർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ മൃതദേഹമാണ് നാട്ടുകാർ കണ്ടെടുത്തത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആറളം ഫാമിലെ ഈ പുനരധിവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ പ്രദേശവാസികളായ ഇരുവരും സ്വന്തം സ്ഥലത്ത് കശുവണ്ടി ശേഖരിക്കാനായി പോയത്. ഈ സമയത്ത് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവരെ കാണാതിരുന്നതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഇരുവരുടെയും മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതെ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. കാരണം ജനങ്ങളുടെ ജീവന് യാതൊരു വിലയുമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതിനെതിരെയാണ് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് മൃതദേഹം അവിടെ നിന്നും മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാർ പോലീസിനെ തടയുകയും ചെയ്തു. പ്രതിഷേധങ്ങൾക്കിടെ ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് അധികൃതരുള്ളത്. അതേസമയം ഇപ്പോഴും അവിടെ ഈ കാട്ടാനക്കൂട്ടം അവിടെ തന്നെയുണ്ട്, ജനവാസ മേഖലയിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം സാധാരണഗതിയിൽ ആറളം ഒരു ആദിവാസി പുനരധിവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ആളുകൾക്ക് അധികം പ്രവേശനമില്ലാത്തൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഈ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ തോതിൽ വന്യമൃഗശല്യം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഈ ആറള ഫാമിന് തൊട്ടടുത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു പുലിയെ അവിടെ കെണിയിലകപ്പെട്ട രീതിയിൽ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് കൃഷി നശിപ്പിക്കുന്നത് സ്ഥിരമായ ഒരു കാഴ്ചയായിരുന്നു ആറള ഫാമിനെ സംബന്ധിച്ച്. ഇപ്പോൾ 2 ജീവനുകൾ നഷ്ടപ്പെടുന്ന ദാരുണമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇരുവരുടെയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ്. ആയിഷ.